നമസ്കാരം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇൻജോർഡ് ഇഞ്ചിൻ്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരു വലിയൊരു ഫാമിലിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊരു കുട്ടിക്കുറുമ്പനുണ്ട്, ക്യാപ്പൊക്കെ വെച്ച് ഗ്ലാമറായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നമസ്കാരം. പേരെന്താണ്? സുലൈമാൻ. സുലൈമാൻ. സ്വദേശം എവിടെയാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലാണ്. ശരി. അപ്പോൾ തിരുവനന്തപുരത്ത് എപ്പോൾ എത്തി? ഇന്നലെ എത്തി. എവിടെയൊക്കെ പോയി? എവിടെയൊക്കെ കറങ്ങി? പ്ലാനറ്റോറിയം, ആക്കുളം വില്ലേജ്, അങ്ങനെയൊക്കെ. എന്താ ജോലി എന്താണ്? അവിടെ ജോലിയൊക്കെ ചെയ്യുന്നല്ലേ? ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഹാപ്പിയാണ്. ഓക്കെ, പേരെന്താണ്? ഷിഫാസ്. ഷിഫാസ്. എല്ലാവരും ലക്ഷദ്വീപ്? ഇല്ല, ഞങ്ങൾ എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെ? ഓക്കെ. ഈ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ആ ഭാഗത്തൊക്കെ. ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? MG റോഡിലൊക്കെ വെള്ളപ്പൊക്കമുണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊന്നും, നമ്മുടെ താമസിക്കുന്ന ഏരിയയിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഓക്കെ, എന്താണ് ജോലി? എന്താ ചെയ്യുന്നത്? ഞാൻ തയ്യലാണ്. ഓക്കെ, എത്ര വർഷമായി ഒരു മേഖലയിൽ? ഒരു 10-12 വർഷം. യൂണിഫോമിന്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ്? യൂണിഫോം, ഹോട്ടൽ, ഹോസ്പിറ്റൽ യൂണിഫോം. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഒരുപാട് പേരുണ്ടോ ജോലി ചെയ്യാൻ? ഹിന്ദിക്കാർ 10-12 പേരുണ്ട്. ഹിന്ദിക്കാരാണ് കൂടുതലുള്ളത് അല്ലെ? അവരെ ശരിയാവും ഇപ്പോൾ. ശരി, പേരെന്താണ്? ഷംല. ഓക്കെ. തിരുവനന്തപുരത്ത് എങ്ങനെ ഇഷ്ടമായി? തിരുവനന്തപുരം പ്ലാനിംഗ് ബോർഡിൽ വർക്ക് ചെയ്യുന്നത്. പട്ടത്താണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇവിടുത്തെ വർഷമായി മാഡം? ഇവിടെ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? 8 വർഷമായി. അപ്പോൾ ചേച്ചിയാണ് ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ആള് എല്ലാം കാണിച്ചുകൊണ്ടല്ലേ? ശരി ശരി. പേര് പറഞ്ഞേ? അയാൻ. എന്തൊരു ഷൈ ആയിട്ട് ഒരു ചമ്മലോട് കൂടി നിൽക്കുന്ന എത്രയിലെത്തി? 9th എവിടെയാ പഠിക്കുന്ന മോൻ? എവിടെയാ അത്? ഫോർട്ട് കൊച്ചിയിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ ലീവാണോ ഇപ്പോൾ? ലീവ് എടുത്തു. എന്തോ ലീവ് എടുത്തു? യാത്രയ്ക്ക് വേണ്ടിയിട്ട്. 10 ദിവസമായിട്ട് ലീവ് എടുത്ത് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ശരി, പേരെന്താണ്? തൻഹ. എന്താ ചെയ്യുന്നത്? +2 പഠിക്കുന്നു. എവിടെയാണ് പഠിക്കുന്നത്? ശരി ശരി. ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്. ഓക്കെ, പഠിത്തമൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, പറ, നിന്റെ വിശേഷം കേൾക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. പേരൊക്കെ പറ. എത്രയിലെത്തിപ്പോ? 2ലെത്തിയാ? നീ അവിടുന്ന് 5ലെത്തി എന്നല്ലേ പറയുന്നിട്ട്? 5ലെത്തിയില്ലേ? 2ലെത്തിയിട്ടുള്ളൂ. അല്പം വികൃതിക്കാരനാന്ന് തോന്നല്ലോ. ശരി, ഇവിടെ വന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചെന്ന് അത് പറ. തിരുവനന്തപുരം വന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചെന്നു? തിരുവനന്തപുരം ബിരിയാണി കഴിച്ചോ? കപ്പലണ്ടി മിഠായി കഴിച്ചാ? ഐസ്ക്രീം വാങ്ങിച്ചെന്നാ? നിന്റെ പല്ല് പോയല്ലോടാ. എന്ത് പറ്റി? നല്ല ചോക്ലേറ്റ് കഴിക്കും അല്ലേ? പഠിക്കാനൊക്കെ മുടിക്കാനാണോ? പാട്ട് പാടുവോ? പേരെന്താണ്? ഓക്കെ. എന്നീ ജോലി എന്തെങ്കിലും ചെയ്യുന്നു? നഴ്സിംഗ്. എവിടെയാണ്? എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ലീവൊക്കെ എടുത്തിട്ട് അങ്ങനെ അല്ലേ? ഏത് ഹോസ്പിറ്റലാണ്? ജനറൽ ഹോസ്പിറ്റലാണ്. ഓക്കെ. പേരെന്താണ്? ലൈല. ജോലി? നേഴ്സ് തന്നെയാണ്. രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലാണോ? ശരി ശരി. ഓക്കെ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല? ഇല്ല. എല്ലാവരും മുഖത്ത് കാണുന്നുണ്ട്, ഒരു വിശപ്പ് കാണുന്നുണ്ട്. ശരി, ഇനി എപ്പോഴാണ് തിരിച്ചു പോകണേ? ലക്ഷദ്വീപ് 13 തിരിച്ചു പോകും അല്ലേ? ശരി. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു 10 ചോദ്യങ്ങൾ, 10 ഫണ്ണി ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ സമ്മാനം. തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് സമ്മാനം കൊണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ പാട്ട് പാടില്ല? രണ്ടുപേര് പാടാ. ഇതാ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എവിടുന്നൊക്കെ? അമേരിക്ക, ലണ്ടൻ, ന്യൂയോർക്ക്, അഫ്ഗാനിസ്ഥാൻ. പാടില്ല? ശരി ശരി. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കാണ് സമ്മാനം. ഓക്കെ, ചോദ്യം കേട്ടോ. ചിലപ്പോഴും പൊതുവേ നമ്മൾ പറയുന്നൊരു വാക്കാണ് കണ്ണില്ലാത്തവന് മാത്രമേ അല്ലേ അതിൻ്റെ വേദന, വിഷമം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. എനിക്കൊരു കണ്ണ് മാത്രമേ ഉള്ളൂവെങ്കിലും ദൂരെയുള്ളതും അടുത്തുള്ളതും എല്ലാം കൃത്യമായി എനിക്ക് കാണാൻ പറ്റും. എങ്കിൽ ഞാൻ ആരാണ്? ലെൻസ് മീൻസ് ക്യാമറ. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. നല്ലൊരു കൈ കൊടുക്കാം. ക്യാമറ, ലെൻസ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. 2 വശത്തും ദ്വാരമുണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സ്ട്രോ. റൈറ്റ് ആൻസർ. എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് വിടുവോ? മൂന്നാമത്തെ ചോദ്യം കേട്ടോ. മൂന്നാമത്തെ സ്ട്രോ ആണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഫാസ്റ്റ് ആണ്. റെഡി. അവസാനം ശ്രദ്ധിച്ചു കേൾക്കണേ. അവസാനം എന്നിൽ നിന്ന് ആരംഭിക്കുന്നു. സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും അവസാനമാണ് ഞാൻ. ഏതാണ്? ഇതൊരു അക്ഷരമാണ്. അവസാനം എന്നിൽ നിന്ന് ആരംഭിക്കുന്നു, പക്ഷേ സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും അവസാനമാണ് ഞാൻ. കുസൃതിയാണ്. ഒരു അക്ഷരമാണ്. അല്ല, ഏതാണ്ട് കരുതെത്തി. അവസാനം എന്നിൽ നിന്ന് ആരംഭിക്കുന്നു. ഒന്നുകൂടെ ആലോചിക്കേ. അവസാനം എന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്, പക്ഷെ സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും അല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്നും കൂടി ഞാൻ ചോദ്യം കറക്റ്റ് കേട്ടോ. അവസാനം മീൻസ് ഈ ഒരു വേർഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ. സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും അവസാനമാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവസാനം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ഇംഗ്ലീഷ് അവസാനം മീൻസ് തീർന്നു. വേറൊരു വാക്കും കൂടി ഉണ്ട്. അപ്പോൾ പറ.
ഡി END അവസാനം എന്നിൽ നിന്ന് പറഞ്ഞോ അക്ഷരം പറയൂ. ഈ റൈറ്റ് ആൻസർ. അവസാനം എന്നിൽ നിന്ന് ആരംഭിക്കുന്നു. END ഈ നിന്ന് ആരംഭിക്കുന്നു. സ്ഥലത്തിന്റെയും സമയത്തിന്റെയും അവസാനമാണ് ഞാൻ. പ്ലേസ്, ടൈം. അത്ര ഓടിയിട്ടില്ലല്ലേ? നീ എന്തിങ്ങനെ നിൽക്കുന്ന മകൾ? ശരി, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് മുന്നിൽ വരുന്ന ഗസ്റ്റ് ആരാണ്? കുസൃതിയാണേ. വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ മുന്നിൽ വരുന്ന ഗസ്റ്റ് കുസൃതിയാണേ. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഗസ്റ്റ് ആണ് അല്ലേ? പക്ഷെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ ചിലപ്പോൾ എത്ര പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ടല്ലോ, വരാറുണ്ട്. പറഞ്ഞോ. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മളിലേക്ക് വരുന്ന ഗസ്റ്റ് കുസൃതി. ഒന്ന് ആലോചിച്ചൊക്കെ കിട്ടും. ക്ലൂ എന്ന് പറഞ്ഞാ അതായത് ഒരു പ്രാവശ്യം വരും, പക്ഷെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കും. അല്ല അല്ല, ഗസ്റ്റ് ആ പേരിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരിക്കൽ വരും, വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് നമ്മളോടൊപ്പം ഉണ്ടാവും, പിന്നീട് അങ്ങോട്ട് പോകും. അല്ല, ഒരു ഇംഗ്ലീഷ് വാക്ക്. അല്ലല്ല, ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു വർഷത്തിലുള്ള ഒരു ഗസ്റ്റ് എന്ന പേര് വരുന്ന എന്താണുള്ളത്? വർഷത്തിൽ ഒരിക്കൽ വരും, വന്നിട്ട് കുറച്ച് ദിവസം ഞങ്ങളോട് കൂടി ഉണ്ടാവും, പിന്നീട് അത് പോകും, പിന്നീട് അടുത്ത വർഷമേ വരൂ. സിമ്പിൾ. ഈ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഇവിടെ മാത്രമായി. അല്ലല്ല, ഗസ്റ്റ്. ഓഗസ്റ്റ്. റൈറ്റ് ആൻസർ. ഓഗസ്റ്റ് വർഷത്തിൽ ഒരിക്കൽ വരും, കുറച്ച് ദിവസം നമ്മളോടൊപ്പം ഉണ്ടാവും, പിന്നെ പോകും, പിന്നെ അടുത്ത വർഷമേ വരത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. അളവില്ല, തൂക്കമില്ല, കാണാനും സാധിക്കില്ല, പക്ഷെ ഇതില്ലാതെ നമുക്ക് ജീവിതവുമില്ല. എയർ, വായു. റൈറ്റ് ആൻസർ. അളവില്ല, തൂക്കമില്ല, കാണാൻ സാധിക്കില്ല, പക്ഷെ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വായുവാണ് 6ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ പിടിച്ചു പറി കൂടുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ്? തയ്യൽക്കാരൻ. റൈറ്റ് ആൻസർ. തയ്യൽക്കാരൻ. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഒരുപാട് മാസങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ്, ജനുവരി, അങ്ങനെയൊക്കെ ഒരുപാട് മാസങ്ങളുണ്ട്. ചോദ്യം, ആടിനെ പോലെ കരയുന്ന മാസം ഏതാണ്? മെയ്. അതൊന്ന് കറക്റ്റ് ഒന്ന് കരഞ്ഞ. നീ കരഞ്ഞ ആടിനെ പോലെ? ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. ഓക്കെ, എൻ്റെ പേരിൽ ഒരു പഴമുണ്ട്. ആദ്യത്തെ വാക്കിലെ അക്ഷരം വാക്കിലെ ആദ്യത്തെ അക്ഷരം നീട്ടാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതൊരു ആളുടെ പേരാകും. അതായത് ഒന്നുകൂടി ഞാൻ പറയാം. എൻ്റെ പേരിൽ ഒരു പഴമുണ്ട്. ആദ്യത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം നീട്ടാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതൊരു ആളുടെ പേരാകും. എനിക്ക് മണമില്ല, നിറമില്ല, എന്താണ്? എൻ്റെ പേരിൽ പഴം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം, ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം ഉച്ചരിച്ചു കഴിഞ്ഞാൽ തുടക്കം ഒരു ആളുടെ പേരായിട്ട് മാറും. ഓക്കെ, എനിക്ക് മണമില്ല, നിറമില്ല, എന്താണ് ഈ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇതിൻ്റെ പേരിൽ മലയാളത്തിൽ ഒരു അടിപൊളി പാട്ടുണ്ട്, കുട്ടികളൊക്കെ ചേർന്ന് അഭിനയിച്ചേ. ഏതാണ്ടൊക്കെ പറ. ആലിപ്പഴം. റൈറ്റ് ആൻസർ. ആലി എന്നുള്ളത് ഒന്ന് ചുരുക്ക. അലി. പഴമുണ്ട്, നിറമില്ല, മണമില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ നമ്മൾ ഈ ആഭരണത്തിനോടൊക്കെ ഭയങ്കരമായിട്ട് കമ്പമുള്ള ആളാണോ? അല്ല, സിമ്പിൾ അല്ലേ ആഭരണം, അങ്ങനെയൊന്നും കൂടുതൽ അല്ലേ? ഓക്കെ, ചോദ്യം. ചെവിയിലാണ് ഉപയോഗമെങ്കിലും കഴുത്തിലാണ് ഇത് അണിയുന്നത്, എന്താണ്? ചെവിയിലാണ്. അല്ലല്ല, ചെവിയിലാണ് ഇതിന്റെ ഉപയോഗം, പക്ഷെ കഴുത്തിലാണ് ഇത് അണിയുക. കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. ചെവിയിലാണ് ഇതിനെ കൊണ്ടുള്ള ഉപയോഗം, ചെവിയിലാണ്, പക്ഷേ ഇത് കഴുത്തിലാണ് അണിയുക. ഇവിടുന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കണം, പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. ആ ഉത്തരം കൃത്യമായിട്ട് പറയണം. അല്ല, ചെവിയിലാണ് ഇതിൻ്റെ ഉപയോഗം, പക്ഷെ കഴുത്തിലാണ് അണിയുക. അതെ, കണ്ണിലാണ്. ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. സ്റ്റെതസ്കോപ്പ്. റൈറ്റ് ആൻസർ. അതാ ഞാൻ പറഞ്ഞ, ഇവിടുന്ന് അത് പറയാതെ ഞാൻ വിടില്ല. ചെവിയിലല്ലേ അതിന്റെ ഉപയോഗം, പക്ഷെ അത് കൂടുതൽ അണിയുന്നത്. അപ്പൊ ഇതിൽ ആരാ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? ബ്രോ
രണ്ടുപേരും ചേർന്നിട്ടാണോ? അപ്പോൾ ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇതിൻ്റെ കൂടുതൽ ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, പൊതുവായിട്ട് ഒരൊറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കും. അതിലാദ്യം ആരാണ് ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. എനിക്ക് എന്തായാലും ഒരു വിജയന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം ശ്രദ്ധിച്ചെടുക്കുക. ചോദ്യം: അടിക്കും തോറും നീളം കുറയുന്ന സാധനം. കുസൃതിയാണേ. അടിക്കും തോറും നീളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ആരും പറഞ്ഞു കൊടുക്കല്ലേ. ഇത് വളരെ ചെറിയ ഒരു പ്രൊഡക്റ്റാണ്. ചിലപ്പോൾ ഇത്തിരി വലുതായിട്ടും കാണാം. ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ ഒരു സ്പെഷ്യലി ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. തിങ്കൾ. അടിക്കും തോറും ഒന്ന് ആലോചിച്ച് നോക്ക്. അടിക്കും തോറും നീളം കുറയുന്ന സാധനം. അല്ല അല്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ. അല്ല, ശ്വാസകോശം സ്പോഞ്ച് പോലെയല്ല. അടിക്കും തോറും നീളം കുറയുന്ന സാധനം. ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള സംഭവം നമ്മളെല്ലാവരും വീടുകളിലുണ്ടാവും. നിർബന്ധമാണ്. ചില ചൂലല്ല, ഒന്ന് അടിക്കും തോറും ചൂലടിക്കുന്ന രീതി ഒന്ന് അടിക്കും തോറും നീളം കുറഞ്ഞു വരുന്ന സാധനം. ആരും പറഞ്ഞു കൊടുക്കല്ലേ. ചെറിയ പ്രൊഡക്റ്റ്, ആവശ്യം നിർബന്ധമാണ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കല്ലേ. പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ഉത്തരം പറയില്ലേ. ക്ലൂ ശ്രദ്ധിച്ചേട്ടോ. അടിക്കും തോറും നീളം കുറഞ്ഞു വരും. ആണി. റൈറ്റ് ആൻസർ. ആണി ആണല്ലേ. അടിക്കുന്ന ഇതിന്റെ നീളം ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞു. ഒന്നുകൂടി പേര് പറഞ്ഞ്. ഷിഫാസ്. അപ്പോൾ ഷിഫാസ് ജിയാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ TV ന്യൂസ് ചാനൽ നൽകുന്ന ഞങ്ങളുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. ഇന്ന് ആരെയാ കണി കണ്ടത്? ആരെയും നോക്കാതെ എഴുന്നേറ്റോ. ഭയങ്കര ഭാഗ്യവാനാ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ എല്ലാവരും. മനുട്ടാ കാണാം. അപ്പോൾ ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടാം. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ഒരു ടാറ്റ പറഞ്ഞു. ബൈ.